നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തിമാരെ. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചാനലിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാത്തമാറ്റിക്സ് ക്ലാസ് 10 NCERT CBSE സ്റ്റുഡൻസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക്, രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ എവിടം വരെ എത്തി? എല്ലാവരും ഒരു ചായയൊക്കെ കുടിച്ച് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ, അതിനുശേഷം നമുക്കുള്ളൊരു ബ്രേക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ചൊന്ന് കറങ്ങി നടന്നിട്ടൊക്കെ വരെയായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. നമ്മളപ്പോൾ എവിടെ വരെ എത്തിയത്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. റിയൽ നമ്പേഴ്സിൽ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് ഒരു വലിയ അൾട്രാ സെറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ആ അൾട്രാ സെറ്റിൻ്റെ അകത്ത് എന്തൊക്കെ നമ്പേഴ്സ് ഉണ്ട്, എന്തൊക്കെ ടൈപ്പ് ഓഫ് നമ്പേഴ്സ്, വേറെ പല ഗ്രൂപ്പ്സ് ഓഫ് നമ്പേഴ്സൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ വേറെ എന്തൊക്കെയാണ് റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, അതിനെപ്പറ്റി കൂടുതലെല്ലാം നമ്മൾ നമ്മുടെ അടുത്ത ക്ലാസ്സിലൊക്കെ സംസാരിക്കും ഡീറ്റെയിൽ ആയിട്ട്. ലൈക്ക് അവരുടെ പ്രോപ്പർട്ടീസ്, പിന്നെ അവരുടെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്, P/Q ഫോമിലോട്ട് മാറ്റുന്നത്, റെക്കറിങ് നമ്പേഴ്സിനെ മാറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചില്ലേ. അതായത് അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്? പ്രൈം നമ്പേഴ്സിൻ്റെയും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫാക്ടേഴ്സിൻ്റെ ഒരു കാര്യം പറഞ്ഞു അല്ലേ. ആ ഫാക്ടേഴ്സിൻ്റെ ഞാൻ എപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ പറയാൻ കാരണം അത് ഇവിടെ കയറി വരുന്നുണ്ട് ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ പിന്നെ വേറെന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഇറാഷണൽ നമ്പേഴ്സും, പിന്നെ അങ്ങനെ അത് ഡിഫൈൻ ചെയ്യുന്ന ഇറാഷണൽ നമ്പേഴ്സ് P/Q ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റാത്ത നമ്പേഴ്സാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാൻ പോകുന്നത് അടുത്ത ടോപ്പിക്, അതിൻ്റെ തൊട്ടടുത്ത സെക്ഷനായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. എന്താണ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ? ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇത് ആക്ച്വലി ചില ക്ലാസ്സുകളിൽ, ചില സ്കൂളുകളിൽ ഒഴിവാക്കിയിരിക്കുന്ന ഒരു പോർഷൻ ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതങ്ങനെ നമുക്ക് പാടെ ഒഴിവാക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്, എന്ത് നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ഫൈനൽ സെം എക്സാമിന് വേണ്ടി മാത്രമാണോ, ഫൈനൽ എക്സാമിന് വേണ്ടി മാത്രമാണോ? അല്ല, നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് വരുന്നുണ്ട്, അതിനെക്കാട്ടിയും വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ അവനെ നമുക്ക് കംപ്ലീറ്റ്ലി കോൺകർ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പോകുന്നതാണ് നല്ലത്. ജസ്റ്റ് എന്താണ് കോൺസെപ്റ്റ് എന്നുള്ള കാര്യം, ആക്ച്വലി ഇതിൻ്റെ എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മുന്നേ അറിയാമെന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനെ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ, വേറൊരു രീതിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര്, യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ? പറയുന്നതിന് മുന്നേ തന്നെ കുട്ടികളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ഈ ലെമ്മ? ഇതാദ്യം ഇപ്പം നിങ്ങൾ ആലോചിക്കുന്ന കാര്യമായിരിക്കും, ഇപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, എന്താണ് ലെമ്മ? ഇതിന് മുന്നേ ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സത്യം പറയാലോ, ഞാനും പഠിക്കുന്നതിന് മുന്നേ, ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുന്നേ, ഈ ഒരു പോർഷൻ എത്തുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്നൊരു സംഭവം തന്നെയാണ്. എന്താണ് ലെമ്മ? ഒരു തിയറം. ലെമ്മ എന്ന് പറഞ്ഞാൽ ഒരു തിയറം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ യൂക്ലിഡിൻ്റെ ഡിവിഷനെ പറ്റി, യൂക്ലിഡിൻ്റെ ഡിവിഷൻസിനെ പറ്റിയുള്ള ഒരു തിയറം. യൂക്ലിഡ് ആക്ച്വലി ഈ ഒരു തിയറം എന്ന് പറയുന്നത് നമ്മുടെ നമ്പേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്ന കാലത്ത്, പണ്ട് നമ്മുടെ റിസർച്ചേഴ്സ് തുടങ്ങുന്ന കാര്യത്തെ ഒരു സമയം തൊട്ടേ ഉള്ള ഒരു കോൺസെപ്റ്റാണിത്. പക്ഷെ ഇത് ആദ്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തത്, ആദ്യമായിട്ട് എഴുതി വെച്ചത് നമ്മുടെ യൂക്ലിഡ് ആണെന്നാണ് പറയപ്പെടുന്നത്. സോ അതുകൊണ്ടാണ് ഇത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ഒരു കോൺസെപ്റ്റ് അറിയപ്പെടുന്നത്. എന്താണ് ഈ കോൺസെപ്റ്റ് എന്നെന്ന് നല്ല വ്യക്തമായ ഇംഗ്ലീഷിൽ ഞാൻ എന്താ എഴുതി വെച്ചിട്ടുണ്ട്. A = B × Q + R. ഇപ്പം എനിക്ക് നിങ്ങൾ നോക്കുന്നത് മനസ്സിലായി, കാരണം ഒരു ആൽഫബറ്റ്സും കാണത്തില്ല, മൊത്തം നമ്പേഴ്സിൻ്റെ കളിയാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ എയും ബിയും കൊണ്ട് വന്നേക്കുന്നു. അല്ല, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറ്റേ ഐഡൻറ്റിറ്റിയോ അങ്ങനെയൊന്നുമല്ല. അതായത് നമ്മുടെ x+y² ഒരു സംഭവം ഒന്നുമല്ല. ജസ്റ്റ് ഒരു നമ്പറിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കാമെന്ന് എഴുതി വെച്ചേക്കുന്നത് മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ഏതൊരു നമ്പറിനെയും വിചാരിക്കാം, ഏതൊരു പോസിറ്റീവ് ഇൻറ്റീജർ, ഏതൊരു പോസിറ്റീവ് നമ്പറിനെയും, ഏതൊരു പോസിറ്റീവ് ഇൻറ്റീജർ തന്നെയാണ്, ഏതൊരു പോസിറ്റീവ് നമ്പറിനെയും നിങ്ങൾക്ക് വിചാരിക്കാം എയുടെ സ്ഥാനത്ത്. ഓക്കെ, ഏതൊരു നമ്പറിനെയും വിചാരിച്ചു, അതിൻ്റെ അവിടെ നമുക്ക് യുണീക്ക് ആയിട്ടുള്ളൊരു ഹോൾ നമ്പേഴ്സ് Q and R വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എന്തിനെ? എയുടെ കൂടെ നിങ്ങൾ B എന്നൊരു നമ്പറിനെയും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് നമ്പറിനെയും കണക്ട് ചെയ്ത് യുണീക്ക് ആയിട്ടുള്ള ഹോൾ നമ്പർ വാല്യൂസ് ഓഫ് Q and R എന്ന രീതിയിൽ നമുക്ക് ഏതൊരു പെയർ ഓഫ് നമ്പേഴ്സ് എനെയും ബിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ തിയറം പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കിത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ
ഇവിടെ എയും ബിയും എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങളൊരു വലിയ നമ്പർ ഞാൻ വിചാരിക്കാൻ പറഞ്ഞല്ലോ. സോ എ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി വിൽ ബി ദ ബിഗർ നമ്പർ ആൻഡ് ബി എന്ന് പറയുന്നത് വിൽ ബി ദ സ്മോളർ നമ്പർ. അപ്പോൾ എൻ്റെയും ബിൻ്റെയും ആ ഒരു സ്മോൾ ആൻഡ് ബിഗ് കണക്ഷൻ, അതിൽ ക്യൂവും ആറും എന്ന് പറയുന്ന രണ്ട് ഹോൾ നമ്പേഴ്സും വെച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഈ പെയറിന് ഒരു യുണീക്ക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. വേറെ ഒരു നമ്പറിനെയും നമുക്ക് ആ ഒരു പെയർ ഓഫ് നമ്പേഴ്സായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യമായിട്ട് പറയുന്നത് കുറച്ച് കണ്ടീഷൻസാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇത്രയും ടേംസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം, നമുക്ക് ആദ്യം തന്നെ അറിയാമെന്നുള്ള ആദ്യത്തെ കാര്യം എഴുതി വയ്ക്കാം. ദ നമ്പർ ബി വിൽ ഓൾവേസ് ബി ലെസ് ദാൻ എ. നമ്പർ ബി എന്ന് പറയുന്നത് എപ്പോഴും എ എന്ന വാല്യൂവിനെ കാട്ടിയും ചെറുതായിരിക്കും. ഇനി അടുത്ത ക്യൂവിൻ്റെ ഒരു വാല്യൂയിലോട്ട് കിടക്കാം. ദ നമ്പർ ക്യൂ വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 95% നിങ്ങളൊരു എൻകൗണ്ടർ ചെയ്യുന്ന ഒരു 99% സാഹചര്യത്തിലും ക്യൂ എന്ന് പറയുന്ന 0ൻ്റെ വാല്യൂക്കാട്ടിയും ഗ്രേറ്റർ ആയിരിക്കും. ഈക്വൽ ടു എന്ന് പറയുന്നത് എയുടെ വാല്യൂ 0 ആയിട്ട് വരികയോ അല്ലെങ്കിൽ നമ്മൾ ആറിൻ്റെ വാല്യൂ മാത്രം വെച്ച്, കാരണം ക്യൂ 0 ആയാൽ ബിയും 0 ആയി പോകത്തില്ലേ. സോ ബീനെ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സമയത്താണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. അത് ആക്ച്വലി ജസ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ എന്നല്ല, നമ്മൾ യൂഷ്വലി അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. നമ്മുടെ ഈ എക്സ്പ്രഷൻസിൽ നമ്മുടെ യൂസ് ചെയ്യുന്ന വരുന്ന ആപ്ലിക്കേഷൻസിൽ ഇതെങ്ങനെ യൂസ് ചെയ്യാറില്ല. സോ നിങ്ങൾ ജസ്റ്റ് ജനറലി നമുക്ക് ആവശ്യമുള്ള ഇത്രയേ ഉള്ളൂ. ക്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0. ഇനിയാണ് ആറിന് കുറച്ച് കണ്ടീഷൻസ് കൂടുതലാണ്. എന്താ അവൻ്റെ കണ്ടീഷൻസ്? ആറെന്ന് പറയുന്നത്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക, ആറെന്ന് പറയുന്നത് വിൽ ഓൾവേസ് ബി ലെസ് ദാൻ ബി. ആറിൻ്റെ വാല്യൂ ബി എന്ന നമ്പറിനെ കാട്ടിയും എപ്പോഴും ചെറുതായിരിക്കും. ആൻഡ് ഓൾസോ ആറിൻ്റെ വാല്യൂ വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ 3 കണ്ടീഷൻസ് ആണ് ഈ ഒരു ഇക്വേഷനുമായിട്ട് നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്നത്. അതായത് ആറിൻ്റെ വാല്യൂ ബീൻ്റെ കാട്ടിയും എപ്പോഴും ചെറുതായിരിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾ എയും ബിയും മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ എന്തുകൊണ്ട് ആറിൻ്റെ വാല്യൂ വലുതായിക്കൂടാ? നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു എക്സാമ്പിളായിട്ട് ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ബക്കറ്റ്, ഒരു വലിയ ബക്കറ്റ് നിങ്ങൾ ചിന്തിക്കുകയാണ്. ഓക്കെ, ആ വലിയ ബക്കറ്റ് നിറയെ തുളുമ്പി നിൽക്കുന്ന രീതിയിൽ വെള്ളം നിറച്ച് വെച്ചേക്കുകയാണ്. ഇനി നിങ്ങൾക്ക് തരാൻ പോകുന്ന ചെറിയൊരു മഗ്ഗാണ്. ഓക്കെ, ഈ വലിയ ബക്കറ്റാണ് എ, ചെറിയ മഗ്ഗാണ് ബി. പക്ഷെ അതൊന്നും നിങ്ങളപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ എന്താണ്, നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു വലിയ ബക്കറ്റുണ്ട്, ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്, ഒരു ചെറിയ ഗ്ലാസ് ഉണ്ട്. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഊഹിച്ച് കാണും, ഈ ചെറിയ ഗ്ലാസ് വെച്ച് ബക്കറ്റിലെ മുഴുവൻ വെള്ളം നിങ്ങൾ വേറെ അങ്ങോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ആദ്യം മുക്കി വെള്ളം എടുക്കുന്നു, ഫുൾ നിറയുന്ന രീതിയിൽ വെള്ളം എടുക്കുന്നു, വേറെ അങ്ങോട്ട് ഒഴിക്കുന്നു. പിന്നെയും മുക്കി വെള്ളം എടുക്കുന്നു, ഫുൾ നിറയുന്ന രീതിയിൽ, എന്നിട്ട് അത് വേറെ അങ്ങോട്ട് ഒഴിക്കുന്നു. അങ്ങനെ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അങ്ങനെ ഒഴിച്ച് അവസാനം കുറച്ച് റിമൈനിങ് വെള്ളം വരില്ലേ? ചിന്തിച്ച് പറയൂ. നിങ്ങൾക്കിപ്പോൾ അത് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും. ആ ബാക്കി വരുന്നത് നമ്മുടെ ഈ ഗ്ലാസിൻ്റെ ക്വാണ്ടിറ്റി കണ്ട് ചെറുതായിരിക്കുമോ വലുതായിരിക്കുമോ? നിങ്ങൾ ഓരോ തവണ എടുക്കുന്നത് അത് തുളുമ്പി നിൽക്കുന്ന രീതിയിൽ മാത്രമേ എടുക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ചെറുതായിരിക്കുമോ വലുതായിരിക്കുമോ? തീർച്ചയായും അത് ചെറുതായിരിക്കും. നിങ്ങൾ ഒരു ബൗൾ നിറയെ സൂപ്പ് കഴിക്കുകയാണെന്ന് വെച്ചു. ഓക്കെ, ബൗൾ നിറയെ സൂപ്പ് കഴിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു സ്പൂണും ഉണ്ട്. സ്പൂൺ വെച്ച് ആദ്യം കോരി കഴിക്കുന്നു, പിന്നെയും കോരി കഴിക്കുന്നു. ഫുൾ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന രീതിയിലാണ് നിങ്ങൾ അത് കൺസ്യൂം ചെയ്യുന്നെങ്കിൽ, ആ സ്പൂൺ വെച്ച് കൺസ്യൂം ചെയ്യുന്നെങ്കിൽ, അവസാനം വരുന്നത് ആ സ്പൂണിലും കൊള്ളാവുന്നതിലും ചെറിയൊരു ഭാഗമായിരിക്കില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ അതും കൂടെ എടുത്ത് സ്പൂൺ വെച്ച് കഴിക്കില്ലേ? സോ ആ റിമൈനിങ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റുന്ന സൈസ് ഓഫ് സ്പൂണിനെ കാട്ടിയും ആ സ്പൂണിൻ്റെ ഒരു വോളിയം, നമുക്ക് അതിലെടുക്കാൻ പറ്റുന്ന, കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന വോളിയത്തിനെ കാട്ടി കുറവായിരിക്കും. അതിപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് 2 നമ്പർ വെച്ച് റെപ്രസെൻ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ഒരു 12ഉം പിന്നെ 5ഉം, 2 നമ്പർ 12 and 5. 12നെ നമ്മൾ എത്ര 5 ഉണ്ടെന്ന് നോക്കുകയാണ് 12ൽ. ഇപ്പം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു കോൺസെപ്റ്റാണ്, വേറൊരു രീതിയിൽ പറയുന്നേ ഉള്ളൂ എന്ന്. ഇപ്പം അത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ ക്ലിയർ ആവും. 5 multiplied by 2 will be 10, റൈറ്റ്? അപ്പോൾ ബാക്കി വരുന്ന റിമൈൻഡർ 2 കേട്ടോ. ബാക്കി വരുന്നത് 6 എന്ന് പറയുന്നത് ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ 6 എന്ന് പറയുന്നത് റിമൈൻഡർ തന്നെയാണ്. ഓർ ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആക്കാം.
R എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണ് 2. അപ്പോൾ ഇവനേതാ? ഇവനാണ് കോഷ്യൻ്റ്. കോഷ്യൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കഥയിൽ എപ്പോഴാണ് ബൗൾ വെച്ചിട്ട് നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് എത്ര തവണ നമ്മൾ വെള്ളം മുക്കി എടുത്ത് കളയുന്നു എന്നതാണ് ഇവിടെ കോഷ്യൻ്റ്. എത്ര തവണ മൾട്ടിപ്ലൈഡ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി വരുന്ന 6. ഈ 6 എന്ന് പറയുന്നത് ബീനെക്കാട്ടി എപ്പോഴും ചെറുതായിരിക്കും. ബാക്കി വരുന്നത് നമ്മൾ ഏത് വെച്ചാണോ എടുത്ത് കളയുന്നത് അതിനെക്കാട്ടി എപ്പോഴും ചെറുതായിരിക്കും. അപ്പോൾ ഇവിടെ ക്യൂവിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഇതാ ഇവിടെ എയുടെ വാല്യൂ ഏറ്റവും വലുതാണ്. എയുടെ വാല്യൂ ഇവിടെ ബീൻ്റെ വാല്യൂ. അപ്പോൾ ഇത് ഏതൊക്കെയാണ്? ഇത് നിങ്ങൾക്ക് അറിയാനുള്ള സംഭവങ്ങളല്ലേ. നമുക്ക് അതിൻ്റെ പേരും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി പോവാം. എ എന്ന് പറയുന്നത് ഏതാണ്? ഡിവിഡൻറ്റ്. ബി എന്ന് പറയുന്നത് ഡിവൈസർ. ഇനി നമുക്ക് കുറച്ച് ഇതൊന്ന് താഴെ തന്നെ നമുക്ക് എഴുതാം. ക്യൂ എന്ന് പറയുന്നത് കോഷ്യൻ്റ്, റൈറ്റ്. ഇനി അപ്പോൾ 6 എന്ന് പറയുന്നതോ റിമൈൻഡർ. ഇതാണ് സംഭവം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണെന്ന്? ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ മൾട്ടിപ്ലൈഡ് ബൈ കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. എന്താ? ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ മൾട്ടിപ്ലൈഡ് ബൈ കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. ഈ ഒരു സംഭവമാണ് ഇവിടെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വേറൊരു കാര്യം, ഇത് ആർക്കെങ്കിലും ഇവിടെ ഏതാണ് ഡിവിഡൻറ്റ് ഏതാണ് ഡിവൈസർ എന്ന് മാറിപ്പോകാൻ ഒരു സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അതും കൂടെ ഞാനിപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ പണ്ട് തൊട്ടേ ഓർക്കുന്ന ഒരു രീതിയാണ് ഡിവിഡൻറ്റ്. അതവിടെ നശിച്ചു പോവുകയാണ്. അതിനെയാണ് ഡിവൈഡ് ചെയ്ത് കുറയ്ക്കുന്നത്. അതാണ് 12 എന്ന് പറഞ്ഞ് വലിയ നമ്പർ ആയിരുന്നു, അതിനെ ഡിവൈഡ് ചെയ്ത് 2 എന്നാക്കി കുഞ്ഞാക്കി, ബാക്കി ഇനി അത്രയേ ഉള്ളൂ. ഡിവിഡൻറ്റ് അതാണ് ഡിവൈഡായി പോകുന്നത്. എൻ്റെ അവയാണ് അവിടെ. ഞാൻ അങ്ങനെയായിരുന്നു അത് ഓർത്തിരുന്നത്. നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഓർക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഓർത്തെടുക്കാം. ഡിവിഡൻറ്റ് അതവിടെ എൻ്റെ ആയി പോവുകയാണ്. ഡിവൈസർ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഏത് നമ്പറാണോ ഡിവൈഡായി പോകുന്നത് അത് ഡിവിഡൻറ്റ്. ഏത് നമ്പർ വെച്ചാണോ ഡിവൈഡ് ചെയ്യുന്നത് അത് ഡിവൈസർ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സംഭവം. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. എ ഈക്വൽ ടു ബി മൾട്ടിപ്ലൈഡ് ബൈ ക്യൂ പ്ലസ് ആർ. പിന്നെ ഇത് ഓരോന്നും യുണീക്ക് വാല്യൂസ് ആയിരിക്കും എന്നുള്ളത്. എയും ബിയും എന്നൊരു നമ്പറിന് ക്യൂവിൻ്റെ ആറിൻ്റെ വാല്യൂ യുണീക്ക് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു സംഭവം നമ്മളിവിടെ 12ഉം 5ഉം നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അതായത് വലിയ നമ്പർ 12 ആയിരിക്കും, ചെറിയ നമ്പറിൻ്റെ അവിടെ 5, ക്യൂവിൻ്റെ അവിടെ ഏതാ മൾട്ടിപ്ലൈഡ് ബൈ 2 പ്ലസ് റിമൈൻഡറിൻ്റെ അവിടെ 2. അപ്പോൾ ഇതാണ് ഈ ഒരു തിയറം വെച്ചിട്ട് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ആക്ച്വലി ഇതെന്താണ് സംഭവം, ഇതുകൊണ്ട് എന്താണ് യൂസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ അതിന് പിന്നെ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം എന്താ? അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ടെസ്റ്റൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം എന്താണത്? എന്താണ് ഈ അൽഗോരിതം? അൽഗോരിതം എന്ന് പറയുന്നത് ഇപ്പോഴും ആക്ച്വലി ചില കമ്പ്യൂട്ടർ പ്രോഗ്രാംസിലൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി വെക്കത്തില്ലേ, ഇഫ് കണ്ടീഷനൊക്കെ യൂസ് ചെയ്ത് നമ്മളിങ്ങനെ എഴുതും. അതായത് ഒന്നുമില്ല, സിമ്പിളായിട്ട് നിങ്ങൾ ഫോണിൽ ഒരു സ്ഥലത്ത് തൊടുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവണം, വേറൊരു സ്ഥലത്ത് തൊടുകയാണെങ്കിൽ എഡിറ്റ് എന്നൊരു ഓപ്ഷനിൽ ഓപ്പൺ ആണെങ്കിൽ ഈ ഇന്ന ഓപ്ഷൻസ് വരണം എന്നതൊക്കെ ഓരോ അൽഗോരിതം വെച്ചാണ് ആ കമ്പ്യൂട്ടറിനെ ആ ഫോണിനെ ആപ്ലിക്കേഷനെയൊക്കെ ഓർത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു തിയറം, ഈ ഒരു കോൺസെപ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു എൻ പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, ആ എൻ പ്രോഡക്റ്റ് കിട്ടാനായിട്ട് ആദ്യം ഇങ്ങനെ ചെയ്യണം, രണ്ടാമത് ഇങ്ങനെ ചെയ്യണം, മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ എഴുതി വെക്കുന്നതാണ്. അങ്ങനെ പോകുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിൽ പോകുന്ന ഒരു അപ്രോച്ച്, ആ ഒരു പ്രോസസ്സാണ് അൽഗോരിതം എന്ന് പറയുന്നത്. സോ നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയെ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതമായിട്ട് ഫോളോ ചെയ്ത് കിട്ടുമ്പോൾ പ്രോസസ്സ് എന്തുവാ? നമുക്ക് എൻ പ്രോഡക്റ്റ് എന്തുവാ? HCF. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ നേരത്തെ ഫാക്ടറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്നു, ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ നമുക്ക് ആവശ്യം വരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഭാഗത്തോട്ട് കിടക്കാം. അതും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും ഈ ഒരു സംഭവം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് കൂടുതലായിട്ട്. ഓക്കെ, സോ HCF കണ്ടുപിടിക്കാനായിട്ട് ലെറ്റ്സ് സീ, ഇപ്പോൾ രണ്ട് നമ്പർ ഒന്ന് വിചാരിക്കുക. ഇപ്പോൾ
54ഉം 7. ഇപ്പോൾ ഇതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാം. 54 ഡിവൈഡഡ് ബൈ 7. 7 എന്ന് പറയുമ്പോൾ 7 7s are 49. ബാക്കി റിമൈൻഡർ എത്ര 5. സോ അതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും നമുക്ക്? 54 ആണ് ഇവിടുത്തെ എ. ബി എന്ന് പറയുന്നത് 7 മൾട്ടിപ്ലൈഡ് ബൈ 7 പ്ലസ് റിമൈൻഡർ വരുന്ന 5. മേലെ ഒന്ന് എഴുതിയിരിക്കാം. ബി ക്യൂ ഏതാ ഇത്, ആർ ഏതാ 5. ഇനി യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ബി ആയിട്ട് കിടന്നില്ലേ, ഫസ്റ്റ് സ്റ്റെപ്പിൽ ബി ആയിട്ട് കിടന്നവൻ സെക്കൻഡ് സ്റ്റെപ്പിൽ വരുമ്പോൾ എ ആയിട്ട് മാറും. സോ ദ എ ഓഫ് ദ സെക്കൻഡ് സ്റ്റെപ്പ് വിൽ ബി ദ ബി ഓഫ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ആരായിരുന്നു ബി? നമ്മുടെ ഇവിടെ 7 എടുത്ത് ഇവിടെ എഴുതി. ഇപ്പോൾ ബീൻ്റെ സ്ഥാനത്ത് ആര് വരും? 6 വരും. അതാണ് ഇവിടുത്തെ അൽഗോരിതം പറയുന്നത്. യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം പോകുന്ന രീതി ഇങ്ങനെയാണ്. ബി ഫസ്റ്റ് സ്റ്റെപ്പിലെ ബി സെക്കൻഡ് സ്റ്റെപ്പിലെ എ ആയി മാറും. ഫസ്റ്റ് സ്റ്റെപ്പിലെ ആർ കൂടെ പറയും, ഫസ്റ്റ് സ്റ്റെപ്പിലെ ആർ സെക്കൻഡ് സ്റ്റെപ്പിലെ ബി ആയിട്ട് മാറും. സോ ബി മൾട്ടിപ്ലൈഡ് ബൈ 7ഉം 5ഉം 5 എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7ൻ്റെ അടുത്തെത്തുന്ന പ്രോപ്പറായിട്ട് 5 1s. ഓക്കെ, 5 1s are 5 പ്ലസ് 2 gives 7. ഇനി പറഞ്ഞ തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്താ പറയുക? നമ്മളിപ്പോൾ അൽഗോരിതം ചെയ്യുകയാണ്. ഓക്കെ, ആ പ്രോസസ്സ് ചെയ്യാണ്, പ്രോഗ്രാമിംഗ് ചെയ്യണം നമ്മൾ. അപ്പോൾ ഇവിടെ 5 വരും. ബി ഓഫ് ദ സെക്കൻഡ് സ്റ്റെപ്പ് will become the b of the next step and r of the first step, ഈ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് will become എന്തുവാ? r of the second step. ഇവിടെ എത്ര വരും? 2 times 2 എടുക്കുമ്പോൾ 4 കിട്ടും. 4 ആണ് 5 ആയിട്ട് ഏറ്റവും അടുത്തുള്ളത്. പ്ലസ് 4 plus 1 will give നമ്മുടെ 5 എന്ന് പറയുന്ന വാല്യൂ. ഇതിവിടെയും തീർന്നിട്ടില്ല, ഇനിയുണ്ട്. കാരണം എന്താണെന്ന് അടുത്തതിൽ പറയാം. ഇപ്പം കിട്ടും നമുക്ക്. 2 എഴുതി, ഇവിടുത്തെ 1 എഴുതി. 1 മൾട്ടിപ്ലൈഡ് ബൈ 2 പ്ലസ് 0 ഗിവ്സ് 2. നമ്മൾ നേരത്തെ ആറിൻ്റെ കണ്ടീഷൻസ് എഴുതിയില്ലായിരുന്നു. എന്തായിരുന്നു? ആർ വിൽ ഓൾവേസ് ബി ലെസ് ദാൻ ബി എന്ന് പറയുന്നതിൻ്റെ ഒപ്പം ആർ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈക്വൽ ടു 0 വരുന്ന കണ്ടീഷനാണ് ഇത്. ഏതൊരു നമ്പറിനാണെങ്കിലും ഇങ്ങനൊരു കണ്ടീഷൻ എത്തും. അവസാനം 0 വരുന്നൊരു രീതിയിൽ നമുക്ക് 0 കിട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ ബി വാല്യൂ ഉണ്ടല്ലോ. ഏതാ ഇവിടുത്തെ ബി വാല്യൂ? ഇതാണ് ബി. ഇവിടുത്തെ ബി വാല്യൂ ഏതാ അവസാനം വന്നത്? 1. ഈ 1 ആണ് മക്കളെ 54ൻ്റെയും 7ൻ്റെയും HCF. ഇതാണ് ഈ ഒരു പ്രോസസ്. സോ എന്താണ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയുടെ ആപ്ലിക്കേഷൻ? HCF കണ്ടുപിടിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കുന്നു. 54ഉം 7ൻ്റെയും. ഇത് ആക്ച്വലി വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ഫാക്ടർ ഉണ്ട്. നമ്മളിപ്പോൾ 54ൻ്റെയും 7ൻ്റെയും HCF കണ്ടുപിടിച്ചത്. HCF ഓഫ് 54 and 7 എന്താ കിട്ടിയ? 1 ആണ് കിട്ടിയത്. ഈ നമ്പർ എന്ന് പറയുന്നത് തന്നെ 7ൻ്റെയും 5ൻ്റെയും HCF ആയിരിക്കും. HCF ഓഫ് 7,5. ഈ നമ്പർ തന്നെ 5ൻ്റെയും 2ൻ്റെയും HCF ആയിരിക്കും. ഈസ് ഈക്വൽ ടു HCF ഓഫ് 5 into 2. ഇതൊക്കെ ഏതാ? നമ്മുടെ ഓരോ അൽഗോരിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലെയും എയും ബിയും. അൽഗോരിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലെ എയും ബിയും നമ്മൾ ഈ അൽഗോരിതം ചെയ്ത് അവസാനം നമുക്ക് ആറിൻ്റെ വാല്യൂ 0 എന്ന് കിട്ടത്തില്ലേ? ഇവിടെ എന്തായി? ആറിൻ്റെ വാല്യൂ ബിക്കം 0. ആറിൻ്റെ വാല്യൂ 0 കിട്ടുന്ന വരെയുള്ള ഓരോ സ്റ്റെപ്പിലെ എയും ബിയും എന്ന് പറയുന്നതിൻ്റെ ഒക്കെ HCF എന്ന് പറയുന്നത് അവസാനത്തെ ബി വാല്യൂ ആയിരിക്കും. 2ൻ്റെയും 1ൻ്റെയും വരെ HCF 1 ആണ്. ഇതാണ് സംഭവം. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യം, ഒരു ഗുണം എന്ന് പറയുന്നത്. ഇത് എങ്ങനെ യൂസ് വരുമെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇപ്പോൾ ഈ ഒരു ജേണി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് ഒരു 9ാം ക്ലാസ് തൊട്ട് ആക്ച്വലി തുടങ്ങിയതാണ്. ഇനി അങ്ങോട്ടൊക്കെ വരുമ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ വരും. ഇത് ഞാൻ പറഞ്ഞു, ചില സ്കൂൾസിൽ നിന്നൊക്കെ ഒഴിവാക്കിയ ഒരു പോർഷനാണിത്. ബട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നിന്ന് കോമ്പറ്റേറ്റീവ് എക്സാം അവർ പേപ്പർ ഇടുമ്പോൾ അവർ മറക്കത്തില്ല, അവർ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇടും. അതായത് നമുക്ക് കാണുമ്പോൾ വേറൊരു മെത്തേഡൊക്കെ വെച്ച് സോൾവ് ചെയ്യാൻ തോന്നും, പക്ഷെ ആക്ച്വലി ഈ ഒരു മെത്തേഡാണ് അതിന് സോൾവ് ചെയ്യേണ്ടത്. എന്ത്? റിമൈൻഡർ 0 വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ
ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ ഇപ്പോഴേ. അസ്യൂം 2 നമ്പേഴ്സ്. ഓക്കെ, അസ്യൂം 2 പോസിറ്റീവ് നമ്പേഴ്സ്. എന്തായാലും പോസിറ്റീവ് തന്നെയായിരിക്കും. അസ്യൂം 2 പോസിറ്റീവ് നമ്പേഴ്സ്. ആ 2 നമ്പേഴ്സിനെയും ഒരു കോമൺ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഒരു 2 നമ്പേഴ്സിനെയും ഒരു കോമൺ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ 4 ആണ്, അല്ലെങ്കിൽ 5 ആണ്, 6 ആണ്, അങ്ങനെയൊക്കെ. ഓക്കെ, അങ്ങനെ വരും. അപ്പോൾ എന്നിട്ട് ഈ 2 നമ്പേഴ്സും കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം. വേറെയും കണ്ടീഷൻസ് വരും. നിങ്ങൾക്കപ്പോൾ കണ്ടുപിടിക്കേണ്ടത് നേരെ ഈ ഇക്വേഷനിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 2 നമ്പേഴ്സായിട്ട് പറയത്തില്ലേ, നമുക്കിവിടെ റിമൈൻഡർ നമ്മൾ അതേപോലെ എഴുതി. ഇപ്പോൾ 2 നമ്പേഴ്സ് എക്സും വൈയും, അതിനുശേഷം റിമൈൻഡർ 5 കിട്ടിയെന്ന് വിചാരിക്കുക. ഇതിന് അനുസരിച്ചുള്ള വേറെയും കണ്ടീഷൻസ് നിങ്ങൾക്ക് എന്തായാലും തന്നിട്ടുണ്ടാകും. നിങ്ങളപ്പോൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോഴേ എഴുതിയെടുത്തോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം റിമൈൻഡറിനെ ആദ്യം 0 ആക്കുക. റിമൈൻഡറിനെ 0 ആക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ റിമൈൻഡർ 5 കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ ഇവിടെയും -5, അപ്പുറത്ത് -5 കൊണ്ട് ആ ഒരു സബ്ട്രാക്ഷൻ അങ്ങ് നടത്തുക. 5നെ ക്യാൻസൽ ചെയ്ത് കളയുക, റിമൈൻഡറിനെ 0 ആക്കുക. റിമൈൻഡറിനെ 0 ആക്കിയാൽ നമുക്ക് അവസാനം കിട്ടുന്നത് ഇവിടുത്തെ വാല്യൂ അതിൻ്റെ HCF ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അതിൻ്റെ HCF കണ്ടുപിടിക്കാനായിരിക്കും. ഫൈൻഡ് 2 നമ്പേഴ്സ്, അതിൻ്റെ ഒരു കോമൺ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയെന്നാണ് പറയുന്നത്. ഒരു കോമൺ നമ്പർ വെച്ച് ചെയ്തപ്പോൾ റിമൈൻഡർ ഏതോ നമ്പർ കിട്ടിയെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ കുറച്ച് പിന്നെ സ്റ്റെപ്പൊക്കെ എടുക്കണം. പക്ഷേ റിമൈൻഡർ 0 കിട്ടിയെങ്കിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ 2 നമ്പറിൻ്റെ HCF വാല്യൂ എടുത്തപ്പോഴാണ് നമുക്ക് 0 എന്ന് കിട്ടിയത്. സോ ആ 2 നമ്പേഴ്സിൻ്റെ HCF എടുത്താൽ മതിയാവും, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ കൂടുതൽ നമുക്ക് ചെയ്യുമ്പോഴൊക്കെ ഇപ്പോഴേ നിങ്ങളുടെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോഴേ ഒന്ന് ജസ്റ്റ് എഴുതി വയ്ക്കാം. വേണമെങ്കിൽ ഈ ക്ലാസ്സിന് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തൊന്ന് പ്ലേ ചെയ്തൊക്കെ നോക്കാം. എന്തായാലും ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് നമ്മുടെ വരുന്ന ക്ലാസ്, ഇപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് അടുക്കുമ്പോൾ അതിൻ്റെ ക്ലാസ്സസിൽ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ അതിൽ ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനപ്പോൾ പറയും നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചല്ലോ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഒരു ആപ്ലിക്കേഷനും കൂടെ പറയാം. അത് സിമ്പിളാണ്. അസ്യൂം എ നമ്പർ. ഒരു എയുടെ സ്ഥാനത്ത് യു ക്യാൻ അസ്യൂം എ നമ്പർ, എനി നമ്പർ. ഓക്കെ, ഇനി ബിൻ്റെ സ്ഥാനത്ത് അസ്യൂം ചെയ്യണ്ട, കാരണം ഞാൻ തന്നെ ഒരു നമ്പർ പറയും, ഇറ്റ്സ് 2. ഓക്കെ, അപ്പോൾ എയുടെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു വലിയ നമ്പർ, ബിൻ്റെ സ്ഥാനത്ത് ഞാൻ 2 എന്നെടുത്തു. എ ബി. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. എ ഈസ് ഈക്വൽ ടു 2q + r അല്ലേ. ബിൻ്റെ സ്ഥാനത്ത് 2 വന്നു, മൾട്ടിപ്ലൈഡ് ബൈ q, അപ്പോൾ 2q കിട്ടി +r. ഇനി ചെയ്യാൻ പോകുന്നത് ആറിൻ്റെ വാല്യൂ എന്ത് വരും, ആറിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ആറിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? ആർ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ബി ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടിയില്ല എന്താണ് ആർ എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ബീൻ്റെ വാല്യൂ എന്താ നമ്മൾ എടുത്തേക്കുന്നത്? ബീൻ്റെ വാല്യൂ 2 എന്ന് കിട്ടി. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്പേഴ്സിൻ്റെ തന്നെ ഒരു പ്രത്യേക പ്രോപ്പർട്ടിയെ ഡിഫൈൻ ചെയ്യാനാണ് പോകുന്നത്. ഈ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ വെച്ചിട്ട് നമുക്കത് ഒരു കോൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റും, ഒരു പ്രത്യേക ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഒരു ഐഡിയ കിട്ടും നമുക്ക്. സോ ഇവിടെ ബിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ 2നും 0നും ഇടയിലുള്ള നമ്പറും ആൻഡ് ആറിൻ്റെ വാല്യൂ 0യും കൂടെയാണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? ആർ ക്യാൻ ബി 0 ഓർ വേറെ ഏത് വരാം? 1 വരാം. അപ്പോൾ 0യും 1, ആറിൻ്റെ വാല്യൂസ് either 0 or it's 1. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിപ്പോൾ ഓരോ കണ്ടീഷൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ if r is equal to 0 എന്ത് പറ്റി? a is equal to 2q plus 0 or a is equal to 2q. a is equal to 2q plus 0 എന്നുള്ള സ്റ്റെപ്പ് ഒന്ന് മാറ്റി പറഞ്ഞേക്കാം, മനസ്സിലായല്ലോ. a is equal to 2q. yeah. if r is equal to 1 ആണെങ്കിലോ a is equal to 2q plus 1. ഓക്കെ, a is equal to 2q അല്ലെങ്കിൽ a is equal to 2q plus 1. ഇനി എന്തിനാണ് ചെയ്തത്? ക്യൂവിൻ്റെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ക്യൂവിൻ്റെ വാല്യൂ നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ അസ്യൂം ചെയ്യാം. ഓരോ നമ്പർ അസ്യൂം ചെയ്യുന്നതോറും എയുടെ വാല്യൂ എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് നോക്കാം. അതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ക്യൂവിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ ഏതെങ്കിലും 3 റാൻഡം നമ്പേഴ്സ്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് 3 എന്നെടുക്കുകയാണ്. ഓക്കെ, ക്യൂ ഇഫ് അല്ലെങ്കിൽ ലെറ്റ്
ക്യൂ ബി ഈക്വൽ ടു 1 വേണ്ട 3. ഓക്കെ, കുറച്ച് നമുക്ക് ചെറിയൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി 3 തന്നെ പോകാം. അപ്പോൾ ഇഫ് ക്യൂ ഇസ് ഈക്വൽ ടു 3, കണ്ടീഷൻ ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന എ ഇസ് ഈക്വൽ ടു 2q എന്ന ഇതാണ് നമ്മുടെ കേസ് 1 ആണ്. ഓക്കെ, കേസ് 1 ആണ്. ഇതാണ് കേസ് 1. കേസ് 1 എന്താണ്? ഇഫ് r is equal to 0. ഇവിടെ കേസ് 2 if r is equal to 1. a 2q എന്ന കണ്ടീഷൻ എടുത്തിട്ട് അവിടെ q is equal to 1, q is equal to 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? a ന്റെ വാല്യൂസ് 2 multiplied by 3 will be 6. ഒരു ഈവൻ നമ്പറാണ്, അത് നോട്ട് ചെയ്തോ. ഇനി അടുത്ത ലെറ്റ് q is equal to എന്തുവാ 2, ഒരു ഈവൻ നമ്പർ കൊടുക്കാം. a is equal to 2 multiplied by 2 will be equal to 4. അത് ഒരു ഈവൻ നമ്പറാണ്, നോട്ട് ചെയ്തു. ഓക്കെ, ഇനി if q is equal to 1 ആണെങ്കിലോ a is equal to 2 multiplied by 1, 2. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു നമ്പറിനെയും ക്യൂവിൻ്റെ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് ആൻ ഈവൻ നമ്പർ. ഒരു ഈവൻ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റൂലേ, എനി ഈവൻ നമ്പർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് a is equal to 2q. എനി ഈവൻ നമ്പർ a ക്യാൻ ബി ഇക്വേറ്റഡ് ആസ് 2q. ഒരു ഈവൻ നമ്പറിൻ്റെ റെപ്രസെൻറ്റേഷനാണ് മക്കളെ നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ. ഈവൻ നമ്പറിൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അതേപോലെ ആണെങ്കിൽ 2q + 1 നമുക്ക് ഇത് തന്നെ ഒന്ന് ഇട്ട് നോക്കി ക്ലിയർ ആക്കാം. ഇപ്പോഴേ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. എന്നാലും 2q + 1, അവിടെ ക്യൂവിൻ്റെ വാല്യൂ 3 എന്നിടയാണെങ്കിൽ നമുക്ക് ഓരോ ആൻസറായിട്ട് എത്തി നോക്കാം. ഓക്കെ, ക്യൂവിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ 2 multiplied by 3 + 1, അപ്പോൾ എത്ര കിട്ടും? 6 + 1 7. ഇനി 2 multiplied by 2 + 1 4 + 1 എന്ന് പറയുമ്പോൾ 5. ഇനി 2 multiplied by 1 എന്ന് പറയുമ്പോൾ 2, 2ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3. എനി ഓഡ് നമ്പർ, ഈ ഒരു ഇക്വേഷൻ്റെ കൂടെ ക്യൂവിന് എന്ത് വാല്യൂ വന്നാലും നമുക്ക് കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ മാത്രമായിരിക്കും. സോ എനി ഓഡ് നമ്പർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് a is equal to 2q + 1. ഇതാണ്, ഈ കോൺസെപ്റ്റാണ് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന വേറൊരു പ്രോപ്പർട്ടി, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ആക്ച്വലി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു നമ്പറിനെയും നമുക്കൊരു ഈവൻ നമ്പർ എന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് പറഞ്ഞൂടെ 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾക്ക് എഴുതാൻ പറ്റുന്ന ഏതൊരു നമ്പറും ഈവൻ നമ്പറാണ്. ഇപ്പോൾ എന്റെ വാല്യൂ 2 ആണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്റെ വാല്യൂ 2 ആണെങ്കിൽ എന്തായിരിക്കും? എന്റെ വാല്യൂ 2 വരണമെങ്കിൽ 2 ഒരു ഈവൻ നമ്പർ ആണെന്ന് അറിയാം. അപ്പോൾ ഒരു ഈവൻ നമ്പർ 2 നമ്മളെടുത്തു. അപ്പോൾ ഇവിടെ 2q എന്നുണ്ട്. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എന്തായിരിക്കും? q will be 2/2, that will be equal to 1. ഇതെവിടെ യൂസ് വരുന്നതെന്ന് അറിയാമോ? ഈ ഒരു കോൺസെപ്റ്റ്. ഇപ്പോൾ 2 എന്ന് പറയുമ്പോൾ ഈവൻ ആണെന്നൊക്കെ ആർക്കായാലും അറിയാം. പക്ഷേ ഇത് നമുക്ക് ബുദ്ധിപൂർവ്വം എങ്ങനെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും, നോട്ട് ചെയ്യാം. അസ്യൂം 2 numbers, അല്ലെങ്കിൽ അസ്യൂം എ നമ്പർ, അസ്യൂം ആൻ ഈവൻ നമ്പർ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ അസ്യൂം ആൻ ഓഡ് നമ്പർ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതിനെ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ ആ നമ്പറിനെ വേറൊരു നമ്പർ വെച്ച് സബ്ട്രാക്ട് ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ കുറച്ച് നമുക്കിങ്ങനെ കോംപ്ലക്സ് ആയിട്ട് എഴുതി പോകേണ്ട സംഭവം, ലെറ്റ് ദ ഓഡ് നമ്പർ ബി എക്സ് എന്നോ അല്ലെങ്കിൽ ലെറ്റ് ദ ഈവൻ നമ്പർ ബി എക്സ് എന്നോ പറഞ്ഞ് നമുക്ക് തുടങ്ങുന്നതിന് പകരം ആ ഒരു നമ്പറിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ലെറ്റ് ദ ഈവൻ നമ്പർ ബി 2x എന്നോ അല്ലെങ്കിൽ ഓഡ് നമ്പർ ബി 2x + 1 എന്നോ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്ന പോലെ 2q എന്നോ 2q + 1 എന്നോ എഴുതുകയാണെങ്കിൽ ഞാൻ ഷുവർ ആയിട്ട് പറയുന്നു ആ ഒരു ക്വസ്റ്റ്യന് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ കാണും. ഈസി ആയിട്ട് കട്ട് ചെയ്ത് ടൈം ലാഭിച്ച് നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മൾ കോമ്പറ്റീഷൻ എന്തിനോടാണ്? നമ്മളോടല്ല, ശരിക്കും ടൈമിനോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഒരു 1000 കുട്ടികളും ഉണ്ടാവും, പക്ഷെ ശരിക്കും നമ്മുടെ കോമ്പറ്റീഷൻ നമ്മളും ടൈമും തമ്മിലാണ്. എത്ര ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. അതൊക്കെ നമുക്ക് ഇനിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് അടുക്കുമ്പോൾ ഉള്ള നമുക്ക് എന്തായാലും നമ്മുടേതായിട്ടൊരു ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ സെഷനും എല്ലാം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യമൊക്കെ പറയാം. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്, ഇതാണ് അതിൻ്റെ യൂസ്, നോട്ട് ചെയ്ത് വയ്ക്കാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഈ ഒരു കോൺസെപ്റ്റ് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചത്, ഇതിൻ്റെ 2 ആപ്ലിക്കേഷനും. പിന്നെ നമ്മൾ നേരത്തെ റിയൽ നമ്പേഴ്സൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ സാധാരണ നമുക്കിപ്പോൾ വല്ല കടയിലും പോയിയൊക്കെ മേടിക്കുകയാണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ് തന്നെ മതിയാവും. ബാക്കി നമ്പേഴ്സൊക്കെ എവിടെയാണ് യൂസ് വരുന്നത്? അത് നിങ്ങൾ ഈ ഹയർ സ്റ്റഡീസൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ, ഇനി എഞ്ചിനീയേഴ്സായും ഡോക്ടേഴ്സായും മെഡിക്കൽ ഫീൽഡിലും ഈവൻ ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ എന്തിനാണെങ്കിലും കറക്റ്റ് ഒരു പ്രസിഷൻ എന്നൊരു കാര്യത്തിന് വളരെ വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ പ്രസിഷൻ നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് ഡെസിമൽസ് യൂസ് ചെയ്യേണ്ടി വരും. സോ ആ ഡെസിമൽസിന് നമുക്ക് അത് വെച്ച് പ്രോസസ്സ് ചെയ്യാനും ആ ഒരു അരിത്തമെറ്റിക് വർക്കൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് അതിനെ P/Q ഫോമിലാക്കി ഫ്രാക്ഷനായിട്ട് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ആ സോൾവ് ചെയ്യാനും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനും പറ്റുന്നത്. അതാണ് അതിൻ്റെ യൂസ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്നൊക്കെ തന്നെ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇറാഷണൽ നമ്പേഴ്സിനെയും അതിൻ്റെ ബാക്കി പ്രോപ്പർട്ടീസും ഒക്കെ അതിൻ്റെ ക്ലാസ്സിന് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്നെല്ലാം വായിച്ചു നോക്കുക. നിങ്ങൾ എഴുതിയ നോട്ട്സും അല്ലെങ്കിൽ നിങ്ങളുടെ ഇനി ഒരു ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇപ്പോൾ നമ്മൾ എല്ലാ കോൺസെപ്റ്റും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്, കുറച്ച് ചെറിയ ചെറിയ എക്സാമ്പിൾസും വെച്ച് ഒന്ന് പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ക്ലാസ്സസിൽ നമുക്ക് കാണാം. ഓക്കെ, ഷുവർ ഹാവ് എ ഗുഡ് ഡേ, ഗുഡ് life ahead. Okay, see you soon. Bye.